ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത റൂമാണിത്. നമ്മളിപ്പോൾ കുളുവിലാണുള്ളത്. നല്ല കുറഞ്ഞ റേറ്റിൽ നല്ല വ്യൂ ഒക്കെയുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതുവരെയുള്ള നമ്മുടെ യാത്രയിൽ booking.com മേക്ക് മൈ ട്രിപ്പും ഒക്കെ നോക്കിയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എടുത്ത റൂമുകളൊക്കെയാണ് അബദ്ധമായിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ 24ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ യാത്ര തുടങ്ങിയാണ്. ഇന്നലെ രാത്രി വളരെ കഷ്ടപ്പെട്ടാണ് ഈ വഴികളിലൂടെയൊക്കെ മുകളിലെത്തിയത്. ഞാൻ പുറത്തിറങ്ങി നോക്കിയിട്ടാണ് ജസ്റ്റ് വണ്ടി എടുക്കുന്നത്. അത്രയ്ക്ക് ശ്രദ്ധിച്ച് വേണം ഇതിലൂടെ വണ്ടി എടുക്കാൻ വേണ്ടി. അതിനിടയ്ക്ക് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതുണ്ട്. ടയറൊക്കെ പുറത്താണ്. അതിലൂടെ കഷ്ടപ്പെട്ട് വേണം നമുക്ക് വണ്ടി എടുത്തോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ നമുക്കിന്ന് ഡൽഹി വരെ എത്തണം. ഇനിയുള്ള യാത്രകളൊക്കെ കുറച്ച് സ്പീഡാക്കണം. അങ്ങനെ പോകുന്ന വഴിയാണ് ഒരു ടണൽ കണ്ടത്. ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ നല്ല ഇരുട്ട് തന്നെയായിരുന്നു. മേലേക്ക് നോക്കിയ പാറയാണെന്നൊക്കെയാണ് തോന്നുന്നത്. കോൺക്രീറ്റ് ഒന്നും ഇട്ട് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. വളവുകളൊക്കെ ആയിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ടണലായിട്ടാണ് തോന്നിയത്. പക്ഷെ കണ്ടാൽ കുറച്ച് പേടിയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുള്ള രാജ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ലഞ്ച് കഴിക്കാൻ കയറിയത്. ഫുൾ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഫോട്ടോസ് ആയിരുന്നു ഇവിടെ. അതുപോലെ തന്നെ പഴയ കോയിൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഫുഡൊക്കെ ഇച്ചിരി കത്തിയായിരുന്നു കേട്ടോ. ഒരു ക്യാമറ ഇല്ലാത്ത സെൽഫി സ്റ്റിക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ? എല്ലാവരെയും കിട്ടുന്ന രീതിയിൽ ആംഗിളൊക്കെ നോക്കി സെറ്റ് ചെയ്ത് നോയി വെച്ചേക്കുന്നതാണ്. ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഈ വണ്ടിയുടെ ഒരു ടയർ കണ്ടില്ലേ? സാധാരണ പഞ്ചാബിലാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ കാണാറുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പഞ്ചാബിലെ മൊഹാലിയിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. നല്ലൊരു പ്ലാന്റ് സിറ്റിയാണ് കേട്ടോ മൊഹാലി എന്ന് പറയുന്നത്. ഒരു സൈഡ് മുഴുവൻ നല്ല ഗ്രീൻ ടെർമിനാലെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. മറ്റേ സൈഡിൽ നല്ല പനയും നല്ല ഭംഗിയുള്ളൊരു സിറ്റിയാണിത്. നമ്മളിപ്പോൾ ഹരിയാനയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബ് ഡൽഹി ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. അന്തരീക്ഷം കണ്ടില്ലേ? നല്ല പുകമയമാണ്. ഇന്ത്യയിൽ ഏറ്റവും മോശം എയർ ക്വാളിറ്റി ഉള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ നമുക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു സൺസെറ്റും കിട്ടി. ഹവേലി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണിത്. നമ്മൾ കാശ്മീരിലേക്ക് പോകുന്ന വഴി പഞ്ചാബിൽ നിന്ന് ഒരു ഹവേലിയിൽ കയറിയിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ഫുഡായിരുന്നു അവിടുത്തെ. ഇവിടെ പഞ്ചാബീസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒട്ടകത്തിനെ വരെ നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് നിർത്തിയേക്കാണ്. ഡൽഹിയിലാണ് നമ്മൾ റൂം നോക്കുന്നത്. പോകുന്ന വഴി നോയ്ക്ക് നല്ലൊരു ടോയ് ഒക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ പോകുന്ന വഴിയിലുള്ള ഒരു ടണലാണ്. അതിൻ്റെ സൈഡിലെ ആർട്ട് വർക്കൊക്കെ കണ്ടില്ലേ? നല്ല ക്രിയേറ്റീവായിട്ടാണ് അവരത് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളെടുത്ത റൂമിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. ചെറിയ റെസ്റ്റോറൻറ്റും നല്ല പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇതാണ് ഇതിൻ്റെ രാവിലെയുള്ള കാഴ്ചകൾ. കണ്ടെയ്നർ പോലെ ഉയരം കുറഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇത്. നമ്മൾ ഇന്നിനി ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.